ഇൻ്റഗ്രേറ്റഡ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. ലൈക്ക് ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും. നമ്മളിപ്പോൾ ഡാറ്റാബേസ്, വെബ് ഡിസൈൻ അതൊക്കെയാണ് പഠിക്കണേ. അപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അത് പഠിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ 4 വർഷമുണ്ട് നമുക്ക് അതൊക്കെ പഠിക്കാൻ. GIBC എഴുതിയിരുന്നു. അപ്പോൾ അതിലൊരു പെർസെൻറ്റേജ് സിസ്റ്റം ആയിരുന്നു. സോ അപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും, എക്സ്പെക്ടേഷൻസ് അതൊക്കെ നോക്കാം. പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഫാക്ടർ. ഇപ്പോൾ നമുക്ക് എക്സാംസിന് മാർക്ക് കുറഞ്ഞാലും നമ്മുടെ ടീച്ചേഴ്സ് അത് എങ്ങനെയാണ് കൂട്ടേണ്ടത്, മാർക്ക് എങ്ങനെയാണ് കൂട്ടേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരുമായിരുന്നു. ഹായ് ഓൾ, നമ്മുടെ കൂടെ ഉള്ളത് മെറിനാണ്. ഹൈ സോ മെറിൻ IIIT ലക്നൌവിലെ ഇൻഫർമേഷൻ ടെക്നോളജി ബിടെക് സ്റ്റുഡൻ്റ് ആണല്ലേ. അപ്പോൾ IIITയിലാണ് മെറിൻ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പം സൈലത്തിൻ്റെ തൃശ്ശൂർ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എങ്ങനെയുണ്ട് ഇൻ്റഗ്രേറ്റഡ് ലൈഫും, അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ലൈഫിൽ നിന്ന് മാറി ഇതിലേക്ക് മാറി നിങ്ങളുടെ IIIT ലൈഫിലേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇൻ്റഗ്രേറ്റഡ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. ലൈക്ക് ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും. പക്ഷെ കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ വൈബാണ്. എങ്ങനെയുണ്ട് IIIT എൻവയോൺമെന്റ്? ഇപ്പം നമുക്കിപ്പം പൊതുവെ IIT NIT എന്ന് പറയുന്നതിൽ നിന്ന് മാറി ഇപ്പോൾ IIITയിലേക്ക് വരുമ്പം, അതായത് ക്യാമ്പസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ആണല്ലോ ഇപ്പോൾ IIITs എന്ന് പറയുന്നത്. അപ്പം കോഴ്സ്, അപ്പം എങ്ങനെയുണ്ട് ക്യാമ്പസ് ലൈഫ്? ക്യാമ്പസ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ IITയിലായാലും NITയിലായാലും നമുക്ക് എല്ലാ എഞ്ചിനീയറിംഗും പഠിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോർ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ കോറാണ്. ഇപ്പം മെറിൻ IT അല്ലേ ചൂസ് ചെയ്തത്. അപ്പം എങ്ങനെയാണ് സബ്ജക്ട്സ് ഒക്കെ, മെയിൻ സബ്ജക്ട്സ് എന്തൊക്കെയാണ്? മെയിൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡാറ്റാബേസ്, വെബ് ഡിസൈൻ അതൊക്കെയാണ് പഠിക്കണേ. അപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അത് പഠിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ 4 വർഷമുണ്ട് നമുക്ക് അതൊക്കെ പഠിക്കാനായിട്ട്. അതായത് സ്ട്രൈറ്റ് ടു ദ ഗോളിൽ കയറി ഫുള്ളി ഇതാകണല്ലേ. ശരി. ലാബും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ലാബ് ബേസ്ഡ് ആണല്ലോ, പ്രൊജക്ട്സ് ആണല്ലേ. എങ്ങനെയുണ്ട് ഫാക്കൽറ്റീസും അതേപോലെ ബാക്കി സ്റ്റുഡൻസിന്റെ ഇതും ഓക്കെയാ? ഫാക്കൽറ്റീസ് ഒക്കെ അവരൊക്കെ അടിപൊളിയാണ്. ലൈക്ക് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫുൾ ഇംഗ്ലീഷ് ആണോ? അതെ, ഹിന്ദിയിൽ അവർ സംസാരിക്കും. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ഒരു സ്പെഷ്യൽ പിയർ ഗ്രൂപ്പാണ്. എല്ലാവരും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നു, ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് കൾച്ചർ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പയ്യെ അഡാപ്റ്റ് ആയിട്ട് അതെ വരികയാണല്ലേ. ഓക്കെ. അപ്പം എന്താണ് ഇപ്പോൾ ശരിക്കും ഇപ്പോൾ IT ഇഷ്ടമാണോ അതോ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ +1 +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. സോ എനിക്ക് കമ്പ്യൂട്ടറിനോട് ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ IT തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും പ്ലാനൊക്കെ ഇനിയിപ്പോൾ കോളേജിലെ ഷേപ്പ് അനുസരിച്ച് പ്ലാനിലേക്ക് പോവാണോ? എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ 4 വർഷം പ്രോപ്പറായിട്ട് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇപ്പോൾ IIIT പോലെയുള്ള റിനൗഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ല കട്ട പ്രിപ്പറേഷൻസ് വേണം അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ പ്രിപ്പറേഷൻ? +1 +2 എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ പഠിച്ചിട്ടുണ്ടാവുക. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ? ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് കാരണം സ്മൂത്ത് ആയിട്ട് പോയി. ഏതായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ സ്മൂത്ത് ആയിട്ട് പോകുന്ന സബ്ജക്റ്റ് ഉണ്ടോ? ഏതാണ്? മാത്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഗ്രേറ്റ്. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബോർഡ്സിൻ്റെ കൂടെ ആണല്ലോ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ +2ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബോർഡ് എക്സാമും ഉണ്ട്, അതിൻ്റെ കൂടെ മെയിൻസും വരുന്നൊരു ഇതാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? ഇപ്പോൾ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെയാണ് ചിലപ്പം അതിന് മുമ്പാണ് ഫസ്റ്റ് മെയിൻസ് വരുന്നത്, സെക്കൻഡ് മെയിൻസ് അതിന് ശേഷമാണ് വരുന്നത്. അപ്പം ആ ഒരു ടൈമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സ് ഇങ്ങനെ കുറേ ടൈം ടേബിൾസ് ഒക്കെ തന്നിരുന്നു. ലൈക്ക് ഇപ്പോൾ ഇത് പഠിക്കണം, അത് കുറച്ച് കഴിഞ്ഞ് ബോർഡ്സിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് വന്നപ്പോഴേക്കും എല്ലാം ക്ലിയർ ആയി. ഓക്കെ. അതേപോലെ എക്സാംസ് എഴുതിയിട്ടുണ്ടാവില്ല? GIBs ഒക്കെ? GIBC എഴുതിയിരുന്നു. അപ്പോൾ അതിലൊരു പെർസെൻറ്റേജ് സിസ്റ്റം ആയിരുന്നു. സോ അപ്പം നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും, എക്സ്പെക്ടേഷൻസ് അതൊക്കെ നോക്കാം. ഓക്കെ. അപ്പം എക്സാംസും അതേപോലെ തന്നെ കൺസെപ്റ്റ്സും പഠിച്ച് പ്രോപ്പറായിട്ട് ഇതായതാണ് അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഉണ്ടാകുന്ന ഒരു മെയിൻ ഡൗട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുമ്പം ഉറപ്പായിട്ടും ഒരു ഹൈസും ലോസും ഉണ്ടാവും. അപ്പം ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഈ യങ് ഏജിൽ നമ്മൾ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമല്ലേ. അപ്പം ഈ അപ്പാർട്ട് ഫ്രം ദ സ്റ്റഡീസ്, ഹൗ സൈലംസ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ഹാസ് ഷേപ്ഡ് യു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഇപ്പോൾ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഫാക്ടർ. ഇപ്പോൾ നമുക്ക് എക്സാംസിന് മാർക്ക് കുറഞ്ഞാലും നമ്മുടെ ടീച്ചേഴ്സ്
അത് എങ്ങനെയാണ് കൂട്ടേണ്ടത്, മാർക്ക് എങ്ങനെയാണ് കൂട്ടേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് മെൻ്റൽ സ്ട്രെങ്ത് ബാലൻസ് ചെയ്തു ഇംപ്രൂവൈസ് ആയിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും അതൊരു വലിയൊരു ഇപ്പം നല്ലൊരു ജേണിയിലൂടെ തന്നെ കടന്നുപോയി ഇപ്പം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മെറിൻ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് മെയിൻലി പറയാനുള്ള കാര്യങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? ലാസ്റ്റ് മിനിറ്റിൽ കുറേ PYQs സോൾവ് ചെയ്യാൻ, ലൈക്ക് അതിൽ നിന്ന് നമുക്ക് മോഡൽസ് കിട്ടും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അറിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും, അതിൽ നിന്ന് വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ PYQs പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക അല്ലേ? അതെ. അപ്പം സിസ് മെറിൻ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം നല്ല അടിപൊളിയാകാം. ഓക്കെ സർ.